സെബാസ്റ്റ്യൻ ഒരു 60 വർഷമായിട്ടുണ്ട്. ഇപ്പൊ പോകുന്നില്ല വയ്യ. 3 വർഷമായിട്ട് ഇപ്പൊ 70 വയസ്സ്, ഒരു 60 എൻ്റെ 70 വയസ്സ് വരെ മീൻ പിടിക്കാൻ പോയി. 12 വയസ്സിൽ പോയി. അന്നേരമുള്ള മീൻ പകുതി മീൻ പോലും ഒന്ന് അയില ഉണ്ടായിരുന്നു, കൂടുതലായിട്ട് മത്തി ഉണ്ടായിരുന്നു, ചെമ്മീൻ എല്ലാ സാധനങ്ങളിലും ഉണ്ടായിരുന്നു. ചെമ്മീൻ എന്ന് വെച്ചാൽ പൂവാലൻ ചെമ്മീൻ. സ്രാവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വലിയ സ്രാവ് വെച്ചാൽ മണസ്രാവ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞരമ്പ സ്രാവ് എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ വെള്ളിച്ചിറക് എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ഒരുപാട് സ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ ഏട്ടകളൊക്കെ ഉണ്ടായിരുന്നു, വലിയ എത്രയുള്ള ഏട്ടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ സ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ മീനിൻ്റെ കൂടെ അന്ന് ഈ മത്തിയുടെ കൂടെയൊക്കെ വലിയ സ്രാവുകളൊക്കെ വരും. ഒരു മത്തി മാത്രമേ ഉള്ളൂ. വംശനാശം എന്ന് വെച്ചാൽ ഒരു 40 വർഷമായിട്ട് ഫിഷിങ്ങിൻ്റെ ഫിഷിംഗ് ബോട്ടില്ല, അതിന് ശേഷമാണ് ഇപ്പോൾ മത്സ്യം കുറയാൻ കാരണം. ഒരു 12 മാസം മീൻ ഇങ്ങനെ തറയിലിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുക. തറയെന്ന് വെച്ചാൽ അവരുടെ ഈ മീനിൻ്റെ മുട്ടകൾ ഇടുന്നില്ല, അതെല്ലാം അത് നശിച്ചു മാറാൻ വലയിട്ട് വലിച്ചു വലിക്കും. മണ്ടെന്ന് പറഞ്ഞാൽ മീൻ പിടിച്ചിട്ടിരുന്നപ്പോൾ വംശനാശം ഇല്ല. എന്ന് വെച്ചാൽ ഈ അറ്റത്തായിരുന്നു ഈ ചെമ്മിനൊക്കെ ഉണ്ടായിരുന്നു മുട്ട ഇടുന്നത്. ഇപ്പം അതെല്ലാം അവർ നശിപ്പിച്ചു കളയും. അതായത് ചെള്ളക്ക് ചൂട് തട്ടുമ്പോൾ മീൻ വേറെ തണുത്ത സ്ഥലത്തേക്ക് പോകണം. അല്ലല്ല, ചെള്ള എന്ന് വെച്ചാൽ നമ്മുടെ തറയിലെ ചെള്ളയില്ല, കായലിലൊക്കെ ചെള്ളയുള്ള ചെള്ള. ആ ചെള്ളക്ക് ചൂടടിക്കുമ്പോൾ മീൻ തണുത്ത ഭാഗത്തേക്ക് മാറും. അടിത്തട്ടിലാവും, മീൻ തണുത്ത സ്ഥലത്തൊക്കെ മാറും. അതാണ് മീൻ ഇപ്പം ഏറ്റവും കുറവ്. പണ്ടൊക്കെ കിട്ടുമായിരുന്നു. പണ്ടും എന്നാലും ഈ സമയങ്ങളിലൊക്കെ മീൻ കുറവായിരിക്കും. എപ്പോഴും ചൂട് തട്ടുമ്പോൾ നമ്മുടെ മീൻ കുറവായിരിക്കും. പ്രധാന കാലാവസ്ഥ പണ്ടത്തെ കാലാവസ്ഥ അല്ല ഇപ്പൊ. വ്യത്യാസം വരുന്ന മുമ്പെന്ന് പറഞ്ഞാൽ മീനിൻ്റെ ഒക്കെ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഭയങ്കരമായിട്ട് കടൽക്ഷോഭമൊക്കെ ഉണ്ടാവും. ഇപ്പൊ കടൽക്ഷോഭം വലുതായിട്ടില്ല, കുറവാണ്. കടലിങ്ങനെ നമ്മൾ ഈ മൊത്തം ഇങ്ങനെ എരഞ്ഞിട്ട് കിടക്കും, പാത പോലെ. ഇളക്കം കടലിളക്കം എന്ന് പറയും. അപ്പൊ കടലിൽ കഴിയുമ്പോൾ അടിത്തട്ടുകളൊക്കെ ഇളകി മീനിന് വരുന്ന സമയമായിരുന്നു അപ്പൊ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ. അപ്പോഴത്തെ ചെമ്മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഇല്ല, കടലിളക്കം കുറവും ഇല്ല. അത് ഇതുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കടലിളക്കം ഉണ്ട്. എന്നാലും പക്ഷെ അതുപോലെ കടൽക്ഷോഭം ഇല്ല. ഇപ്പൊ കടൽക്ഷോഭമാണ് കൂടുതലായിട്ട് കടലുണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ അങ്ങനെ കടൽക്ഷോഭം ഉണ്ടാകും. ഇപ്പൊ അത് ഇല്ല. ഇപ്പൊ അങ്ങനെ ഇല്ല. കാലാവസ്ഥയുടെ ഏതോ കുഴപ്പത്തിൻ്റെയാണ്. അന്നൊരു 20 കഷ്ടിച്ച് ഏറ്റവും വലിയ വള്ളങ്ങളിൽ 20 പേരൊക്കെ കാണും. ഇന്നിപ്പോ 50 പേര് 60 പേരൊക്കെ പോകുന്ന വലിയ ലൈലിന്റെ വള്ളങ്ങളൊക്കെ. അധ്വാനം കൂടെ തുഴഞ്ഞാണ് ശരിയാക്കുന്നതാണ് വലിച്ചേരുന്നത്. ഇപ്പോഴും വല വലിച്ചേറ്റ് ഞങ്ങളൊക്കെ തന്നെ. അങ്ങനെ പാട്ടൊന്നും ഞങ്ങൾ പാടുന്നില്ല. ഇപ്പൊ അങ്ങനെ പാട്ടൊന്നുമില്ല. അന്നില്ല പാട്ടം. അതൊക്കെ അങ്ങനെ അല്ല, ഞങ്ങൾ അമ്പയിട്ടൊക്കെ വല വലിക്കുന്നത് ഏലയ്യ ഏലയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല വലിക്കും. അതെല്ലാരും കൂടെ നിന്നിട്ട് ഏലയ്യ 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 എന്ന് പറഞ്ഞിങ്ങനെ വല വലിക്കുന്നു. പണ്ട് കാലത്ത് അങ്ങനെ ഞങ്ങൾ ദൂരാകലൊന്നും പോകത്തില്ല. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ കൊച്ചി മീനെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് കൊച്ചി പോയി മീൻ പിടിച്ചിട്ട് വരുന്ന ഉപകരണങ്ങളൊക്കെ ഇന്ന് കയ്യിരിക്കണം. അന്ന് അങ്ങനെയുള്ള ഞങ്ങൾ തുഴഞ്ഞു പോയിട്ട് പക്ഷെ എവിടുന്ന് കഴിച്ചാൽ നമ്മളുടെ ആലപ്പുഴ വരെയൊക്കെ പോകാൻ പറ്റും. ഇതിനപ്പുറം പോയില്ല. ചിലപ്പോൾ ഒരു തോട്ടപ്പള്ളി ഇതൊക്കെ പോകത്തുള്ളൂ. തുഴഞ്ഞു പോയിച്ച് വരണ്ട, ഇവിടെ തന്നെ വരണ്ടേ. അന്ന് മീനുണ്ടാകും, എല്ലാ സ്ഥലത്തും മീനുണ്ടാകും. അതൊക്കെ മീനിനെ കാണാൻ പറ്റും, മുകളിൽ കാണാൻ പറ്റും. കാട പോലെ നമ്മളുടെ ചുവപ്പ് നിറത്തിലും കളറൊക്കെ ഉണ്ടാകും വെള്ളത്തിൽ. വെള്ളത്തിൽ ഇങ്ങനെ മീനാണെന്ന് കാണാൻ പറ്റും, ചുവപ്പ് നിറം കൂട്ടമായിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഓളായിട്ടുണ്ട് വരുന്ന കാണാം. കറുപ്പ് നിറമായിരിക്കും, ഇങ്ങനെ കറുപ്പിട്ടുണ്ട് വരും. അങ്ങനെ മീനാണ്. ഇപ്പം മീൻ കാണാൻ പറ്റത്തില്ല. ഇപ്പം ഈ യന്ത്രം അൽക്കൃതി കഴിക്കാൻ ഇപ്പം മീൻ ക്യാമറയിലെ കാണാൻ പറ്റും. നെൽത്തട്ടിലില്ല, അടിത്തട്ടിലാണ് മീൻ നിൽക്കുന്നത്. ഇല്ല കുറവ് വെച്ചാൽ കാണാനും പറ്റും. ഇപ്പൊ ക്യാമറ കണ്ടാണ് എല്ലാവരും. കാലാവസ്ഥ മാറ്റത്തിന്റെയും ഞങ്ങളുടെ മീൻ പിടുത്തത്തിന്റെയും വ്യത്യാസം. അനക്കായിരുന്നില്ല, എല്ലാം യന്ത്രവർക്കുകളായില്ല. അപ്പൊ അതാണ് കാരണം. മീൻ ഭയന്ന് നിൽക്കില്ല. ചാകരയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചാരം ഉണ്ടായിരുന്നു. ഇപ്പൊ തോട്ടപ്പള്ളി ചാകരയിരുന്നു. അതിപ്പോ അവിടെ നിന്ന് ഇപ്പൊ അടുത്ത വർഷം ചിലപ്പോൾ അവിടെ കാണാൻ സാധ്യതയില്ല. പ്രദേശംകാരെന്ന് വിചാരിച്ചല്ല, ഇവിടുന്ന് രണ്ടൊക്കെ തോട്ടപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചാര പോകൂല. അല്ല, തെക്കോട്ട് പിന്നെ കാണത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കായലും കടലുമായിട്ടുള്ള അടുപ്പം കാരണം കരയെന്നല്ല എക്കലുണ്ടാകുന്ന കാരണം അവിടെ ചാകര ഉണ്ടാകത്തില്ല. തോട്ടപ്പള്ളി മുതൽ തെക്കോട്ട് പണ്ടിവിടെ ഇപ്പൊ 12-15 വർഷം വരെയൊക്കെ ഇവിടെ കിടന്നിട്ടുണ്ട് ചാകര. പോയിട്ട് ഇതിപ്പോ ഒരു 5-10 വർഷമായാലും ഇപ്പൊ ഇവിടെ ചാകര പോയിട്ട്.
ചാര എന്താ വെച്ചാൽ ഈ വെള്ളത്തിന്റെ എന്തോ കാരണം എക്കലുണ്ടെങ്കിലോ ആണ് ചാര ഉണ്ടാകുന്നത്. എക്കൽ വളങ്ങളെല്ലാം കൂടെ കുടിച്ചുള്ള കിടന്നിങ്ങനെയാണ് ചാകരയാണ്. അത് വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞ അടുത്തൊക്കെയാണ് ചാകര ഉണ്ടാകും. മീൻ വരുന്നുള്ള മുട്ട ഇടുവോടേക്കും. അപ്പൊ ലക്കൽ വെള്ളം കുറവും, അതിൽ കിഴക്കൻ വെള്ളം കുറവും. ഡാമിൽ നിന്നൊക്കെ മുമ്പെന്ന് പറഞ്ഞാൽ ഡാമൊന്നും ഇല്ല, പഴയ കാലത്ത് ഇതുപോലെ ഡാമുകളൊന്നും ഇല്ല. അപ്പൊ വെള്ളങ്ങൾ ശരിക്ക് വരുമ്പോ അപ്പൊ മീനിനൊക്കെ കൂടുതൽ നല്ല വെള്ളം കുടിക്കാനായിട്ട് മീൻ വരും. അതിനൊരു പ്രത്യേക തണുപ്പുണ്ടായോ വെള്ളത്തിന്. അപ്പൊ ആ മീൻ വന്ന് തങ്ങിക്കഴിഞ്ഞാൽ, ചാര വന്ന് തങ്ങിക്കഴിഞ്ഞാൽ ചൂട് ഉണ്ടാകത്തില്ല ചാരക്ക്. മഴക്കാലമല്ലേ, ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഏത് സമയത്തും മീൻ ഉണ്ടാവും. 5-6 മാസമൊക്കെ മീൻ തന്നെ ഉണ്ടാകും. തിമിംഗലം. അത് ഞങ്ങൾ തിമിംഗലം എന്ന് പറയും, കടലാന എന്ന് പറയും. അതുകൊണ്ട് മരുന്നുകൊണ്ട് മെച്ചമുണ്ട്. അത് മീനിനൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ മീൻ ഉണ്ടാകും. അതൊന്നും ആളെ ഉപദ്രവിക്കത്തൊന്നും ഇല്ല. അത് ഭയങ്കര നീളം, ഈ കെട്ടിടത്തിന്റെ നീളമൊക്കെ ഉള്ളതുകൊണ്ട്, വലിയ നീളമുള്ള വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ വന്ന് മുകളിലോട്ട് വന്ന് ശ്വാസം വിടുന്നത് കാണാൻ നോക്കും. ഇല്ല, ഞങ്ങളപ്പോൾ അത് കണ്ട് പരിചയിച്ചത് കൊണ്ട് പിന്നെ പേടിയൊന്നും ഇല്ല. ഞങ്ങൾ പറ്റച്ചെന്ന് കഴിയുമ്പോൾ മെയിൻ കൊണ്ടെന്നുള്ള അറിയാൻ പറ്റും കുറച്ചില്ല. ഇതിനെ കാണുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ശ്വാസം വിടുന്ന കാണാതെ, അപ്പം ഞങ്ങൾ അവിടെ മത്തി ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി ചെല്ലും. അങ്ങനെ പോകുമ്പോൾ തന്നെ മീനെ കാണാൻ പറ്റും. ഈ മേളി കാണാം. അല്ലെങ്കിൽ ഈ പിന്നെ ഞങ്ങൾ മാദ്യം എന്ന് പറയുന്നത്, മാതി വെക്കും മീനിനെ. നൊരിയില്ല, നൊരി വെള്ളത്തിൽ നമ്മൾ കോമള വരുന്നില്ലേ, അപ്പൊ ഇത് ഈ സാധനം മാറി പോകുമ്പോൾ നൊരി ഉണ്ടാവും. അപ്പൊ അത് മീനാണെന്ന് മനസ്സിലാവും. മാതി എന്ന് പറയും. ഇപ്പൊ അങ്ങനെയല്ല, ഇല്ല. ഇപ്പൊ ആനയും കുറവാണ്, മീനില്ല. എല്ലാം ആനയുടെ ഇടത്തിനും കുറവുണ്ട്. വലിയ സ്രാവുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ കൂടെ. വലിയ സ്രാവ് ചിലപ്പോൾ നമ്മുടെ നെടുമാനെന്നൊക്കെ പറഞ്ഞ സ്രാവുകളൊക്കെ ഒരു 10-20 വർഷമായിട്ട് കാണാനേ ഇല്ല. കാലാവസ്ഥ മാറ്റത്തിന്റെയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോ പഴയ കാലാവസ്ഥ അല്ലല്ലോ ഇപ്പൊ ഭയങ്കരമായിട്ട് ചൂട് കൂടുതൽ, തണുപ്പാകുമ്പോൾ തണുപ്പ് കൂടുതലൊക്കെ ആയിരിക്കും. അപ്പൊ തണുപ്പുള്ള സ്ഥലത്തേക്ക് മീൻ മാറും. ഇപ്പോഴും കൂടുതൽ ഇപ്പൊ കിഴക്കൻ കടലിലാണ് മീൻ കൂടുതലും ഉള്ളത്. അവിടെ ഇതുപോലെ അനക്കൊന്നും ഇല്ല. പക്ഷികൾ വെച്ചാൽ കാക്കയുണ്ട്, കടൽ കാക്ക. അത് മീനുള്ള മാട്ടിൽ അത് വരുമ്പോ നമുക്ക് കാണാം. മീൻ കൊത്തിക്കൊണ്ട് വരും. അത് അവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ മീൻ. കടക്കാക്കയുണ്ട്, കരിങ്കാക്കയുണ്ട്, ഇതൊക്കെ ഉണ്ടാകും. അത് കറുത്താകും, അതിന് കരിങ്കാക്ക എന്ന് പറയും. കടക്കാക്ക നല്ല വെള്ളം നിറവുള്ള ഭംഗിയുള്ള കാക്ക. പരുന്തൊക്കെ വന്ന് മീനെടുത്തോണ്ട് പോകുമെങ്കിലോ അങ്ങനെ പരുന്തൊന്നും മീനൊന്നും കൊണ്ടുവരുന്നതല്ല. ഏടി എന്ന് പറഞ്ഞ പന്നിക്കാണ് ഏടി എന്ന് പറയുന്നത്. അതുണ്ട്, ഇപ്പോഴും ഉണ്ട്. മീനുണ്ടെന്നുള്ള അത് മീൻ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് അവൻ. അടയാളം. പിന്നെ ചില സമയത്തൊക്കെ അവൻ വല ഉപദ്രവിക്കും. ചില നാളിലേ ഉള്ളു, ചില നാളിൽ കടിക്കത്തില്ല. അന്ന് അവന് മീൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കടിക്കത്തില്ല. മീനില്ല, അവൻ പോയി വലയെ കയറി പിടിച്ച് കടിക്കും. കുറവാണ് ഇപ്പൊ. പണി വളരെ മോശമല്ലേ. ഇപ്പൊ കിഴക്കോശം എന്തെങ്കിലും പണി 1000 രൂപ കിട്ടുമെങ്കിൽ ഇത് ചില ദിവസം 10 ദിവസം നടക്കുമ്പോൾ ചിലപ്പോൾ 1000 രൂപ കിട്ടും. എങ്ങനെ ഒരു കുടുംബം ജീവിക്കാൻ പറ്റും? കിഴക്കോശം എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തുമോ? എന്തെങ്കിലും പണിക്കൊക്കെ പോകുമോ? ഇല്ല, വേറെ പണിക്കും പോകുന്നത്. മീനുള്ള സീസണൊക്കെ അവർ പോകും, പണിക്ക് പോകും. 2 പേര് പോകും മീൻ പണിക്കാനായിട്ട്. സീസണൊക്കെ ആകുമ്പോൾ അപ്പോൾ പൈസ കൂടുതലൊക്കെ കിട്ടും. 4000-5000 രൂപ, 10-15 രൂപ കിട്ടുന്ന സമയങ്ങളൊക്കെ ഉണ്ട് ഒരു ദിവസം. അപ്പോൾ സീസൺ അത് കഴിയുമ്പോൾ പിന്നെ എപ്പോഴും ഇതേ നമുക്ക് ആശ്രയിച്ച് നിൽക്കാൻ പറ്റത്തില്ല. യുവതലമുറക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ പുതിയ മീൻപിടുത്തമാണ് ഇപ്പം. അപ്പൊ അവർ വന്നപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ യുഗമായി. ഇപ്പൊ മീനുള്ള സ്ഥലത്ത് അവർക്ക് എന്ന് മീനെ കാണത്തക്ക ഇതുണ്ട്, ക്യാമറ ഉണ്ട്. അപ്പൊ ക്യാമറയിൽ വന്ന് ചുവപ്പ് നിറഞ്ഞ് തെളിയുമ്പോൾ അവർക്കറിയാം മീനാണെന്നുള്ള. ക്യാമറയിലാണ് ഇപ്പം മീൻ കണ്ട് എല്ലാവരും കോരുകയൊക്കെ ചെയ്തു. പഴയ തലമുറയിൽ അങ്ങനെയല്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിൽ നോക്കുമ്പോൾ കാണാം മീൻ വരുന്നു. അപ്പം അവർക്കും കാണാം. ഇപ്പം അവിടുത്തെ പിള്ളേരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്കും കാണാം മീനൊക്കെ ഇറങ്ങുന്നത്. അതെല്ലാ സമയത്തും ഇല്ല, അങ്ങനെയില്ല. സ്രാങ്കാന്ന് ഞങ്ങൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന മീൻ വള്ളത്തിനെ നിയന്ത്രിക്കുന്ന ആളിനെ സ്രാങ്കെന്ന് പറയുന്നത്. ഇന്നിപ്പോ ബോട്ടിൽ നമ്മൾ സ്രാങ്കെന്ന് പറയുന്നു. ബോട്ട് നിയന്ത്രിക്കുന്ന ആളിന് സ്രാങ്കെന്ന് പറയും. ഇപ്പോഴും ഇവിടെ പുന്നപ്പുറ ഇപ്പൊ 2 പേരേ ഉള്ളു അങ്ങനെയുള്ള. 2 പേരേ ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കി എല്ലാം മരിച്ചു പോയി സ്രാങ്കായിട്ട്. അങ്ങനെ പദവിയൊന്നും ഇല്ല അവർക്ക്. രണ്ടാളുടെ പൈസ കിട്ടുള്ളൂ. 2 ആളിന്. ഇപ്പൊ എനിക്കൊന്ന് 1000 രൂപ കിട്ടുമെങ്കിൽ അയാൾക്ക് 2000 രൂപ കിട്ടും. ഇപ്പൊ വള്ളമൊക്കെ നിയന്ത്രിച്ചിട്ടൊക്കെ പോകുന്ന ആളായ ആളാണ്. ഈ 12 പേരെ നിയന്ത്രിച്ച് നിർത്തുന്ന ആളായ ആളാണ്. വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ അയാളുടെ നിയന്ത്രണമായിരിക്കും. മീൻപിടുത്തമല്ല അയാളുടെ നിയന്ത്രണമായിരിക്കും. കര വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഇഷ്ടത്തിന് പോവാം. അതുവരെ അയാളുടെ നിയന്ത്രണമായിരിക്കും. അയാളെ പറയുന്ന എല്ലാവരും കേൾക്കണം. അങ്ങനെയാണ് സ്രാങ്കിന്റെ പ്രത്യേകത.
ഇല്ല, ഞാൻ സ്രാങ്കൊന്നുമല്ല. ഞാൻ ചെറുപ്പത്തിൽ ഒരു 10-15 വർഷമൊക്കെ സ്രാങ്കായിട്ട്, പിന്നെ ഞാൻ പോയി, പിന്നെ കയറിയില്ല. ഏത് കളി നമുക്ക് വെള്ളത്തിൽ കളിയിൽ തലക്കിൽ വെള്ളം നിയന്ത്രിക്കാനായിട്ട് കയറുന്ന ആൾ സ്രാങ്ക് എന്നാ പറയുന്നത്. ബോട്ടിൽ സ്രാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ വല വലിക്കുമ്പോൾ ഈ വലയിലൊക്കെ ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകുന്ന അതിനൊക്കെ ഈ മീനുള്ള പോലത്തെ ചെല്ലുമ്പോണ്ടല്ലേ, ഭാരം കൂടുതൽ കെട്ടിക്കഴിഞ്ഞാലേ മീൻ കിട്ടത്തുള്ളൂ. അപ്പം അയാൾ അവിടെ നിന്ന് അത് ചെയ്യണം, അയാൾ ചെയ്യണം. അങ്ങനെയുള്ള ആൾക്ക് മടക്കേക്കാരൻ എന്ന് പറയും. മടക്കേക്കാരൻ എന്ന് പറയും. വല അതൊക്കെ ആയാലും നോക്കി വലിച്ചു വെച്ച് ഭാരങ്ങളൊക്കെ കെട്ടി കൊടുക്കണം. മീൻ ആഴക്കടലിലോട്ട് ചെല്ലുമ്പോൾ ഭാരം കല്ലുണ്ട്, അത് കെട്ടി കൊടുക്കണം. അപ്പം അയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, ഇന്ന ചെയ്തോളാൻ പറയും, സ്രാങ്ക് പറഞ്ഞു കൊടുക്കും. അപ്പം അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ അന്ന് മീൻ പിടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന വല കൈക്ക് വലിച്ചു കയറ്റും. ഇന്നിപ്പോൾ വീഞ്ചിൽ കയറ്റാം. അന്ന് വീഞ്ചിൽ, ഇന്നിപ്പോൾ വീഞ്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കയറ്റണ്ട, അല്ലെങ്കിൽ കല്ലൊന്നും കെട്ടി കൊടുക്കണ്ട, ഒരേ കണക്കിനിരിക്കാൻ വല. അന്നത്തെ വല എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ കല്ല് കെട്ടി കൊടുക്കണം, കിഴക്കോട്ട് ആഴം അനുസരിച്ച് അത് കല്ലൊക്കെ കെട്ടി കൊടുക്കണം. ഇന്നങ്ങനെയല്ല. അപ്പം അത് സ്രാങ്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തോളാം പറയും. പിന്നെ അണിയക്കാരൻ്റെ പ്രത്യേക സാധനമൊക്കെയാണ്. അണിയത്തി കയറുന്ന ആള്. ഇപ്പോഴെന്ന് വെച്ചാൽ അണിയത്തി കയറുന്ന ആൾ സാധനം കൂടുതൽ. മീനെ കണ്ട് വെള്ളമൊക്കെ ഓടിപ്പിക്കുന്ന അയാളാണ്. ഇപ്പം ഇഞ്ചം വന്ന ശേഷമൊക്കെ, ഇഞ്ചം വന്നിട്ട് 40 വർഷമൊക്കെ ആയിട്ടുണ്ട്. അവർക്ക് പൈസ കൂടുതലുണ്ട്. ഇപ്പം അണിയത്തി കയറുന്ന ആളിന് പൈസ കൂടുതലുണ്ട്, രണ്ടാളിൻ്റെ പൈസ ഉണ്ട്. ഇപ്പം നിയന്ത്രണം ഇപ്പം അണിയത്തി കയറുന്ന ആളിനാണ് ഇപ്പം നിയന്ത്രണം. ഇപ്പം ഈ ഫിഷിങ് വലിയ ലൈലൻഡ് വള്ളത്തിലൊക്കെ ഇല്ലേ, അതിൽ രണ്ടാളുടെ പൈസ ഇപ്പോഴും ഉണ്ട്. പണ്ട് സ്രാങ്കിനായിരുന്നു, ഇപ്പം അങ്ങനെ സ്രാങ്കില്ല. ഇപ്പം സ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബോട്ട് നിയന്ത്രിക്കുന്ന ആളുടെ സ്രാങ്ക് എന്ന് പറയും. പക്ഷെ അയാൾക്ക് അങ്ങനെ ഇത്രയും പൈസ ഇല്ല, ഏറ്റവും കൂടുതൽ പൈസ അയാൾക്കാം. ഇപ്പം മീൻ ഇവിടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഉടനെ നമ്മൾ ഫോണിൽ വരും. ഇപ്പോൾ വയർലെസ് ഒക്കെ ഉള്ളതുകൊണ്ട് വയർലെസ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൊച്ചി മീൻ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ വയർലെസ് കിട്ടും. വയർലെസ് സംവിധാനം ഇപ്പം മീൻ പിടിക്കുന്നു. പണ്ട് അങ്ങനെയൊന്നും ഇല്ല, ഫോണും ഇല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ. ഞങ്ങളൊക്കെ ഈ 50 വർഷത്തൊക്കെ മുമ്പ് ഫോണൊന്നും ഇല്ല. അന്ന് സ്രാങ്കാണ്. സ്രാങ്കന്ന് ഇപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ പുറകോട്ടിരുന്നുണ്ടെങ്കിൽ കണ്ട് വലിച്ചു പോയിരുന്നു. മറ്റേ ആളിങ്ങനെ തുഴഞ്ഞു, അയാളിങ്ങനെ പങ്കായിട്ട് തുഴഞ്ഞിട്ടിങ്ങനെ അയാൾ നിന്ന് മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ. അപ്പം അയാൾക്ക് കാണാം പിന്നെ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ മീൻ വരുന്ന കാണാം. അപ്പം അയാൾ കണ്ട് അതുകൊണ്ട് വളക്കും. വലയിടുന്നിട്ട് 3-4 പേരോട് വലയിടും. അപ്പം അയാൾ വലയിടാന്ന് പറഞ്ഞോട്ട് വലയിട്ട് ഇങ്ങനെ വളച്ചിട്ട് വരും. അങ്ങനെ മീൻ കിട്ടും. ഇപ്പോൾ വലിയ വള്ളങ്ങളായിപ്പാണ് ഇതിന്മേ സ്രാങ്കായിട്ട് നിൽക്കാനൊന്നും ഇല്ല. ഇഞ്ചനല്ലേ അപ്പം വേണ്ട, നിയന്ത്രിക്കണ്ടല്ലോ. അല്ലല്ലോ, തലക്കായിരിക്കും. രണ്ട് തലയില്ലേ, ലാരിക്കുന്ന വെള്ളം കണ്ട അതിൻ്റെ അണിയെന്ന് പറഞ്ഞാൽ ഇതാ, അതാ മരം, കൊമ്പ് കാണും. ഇത് അണിയ. അണിയ അത് നമ്മുടെ കിഴക്കൻ വെള്ളമാണ്. അത് മോഡൽ തന്നെയുള്ള വള്ളങ്ങൾ പണ്ടത്തേക്ക് അവിടെ കണ്ട പങ്കായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ആ സൈഡിൽ പങ്കായിടും. അപ്പം ഇത് തുഴച്ചിക്കര, ഇതിങ്ങനെ തുഴഞ്ഞിട്ടേ. അതുപോലെ തന്നെ കടലിലെ മീൻ പിടുത്തം അതുപോലെ തന്നെ തുഴഞ്ഞിട്ട് പോയി മീനുള്ള വാട്ടിയിലൊക്കെ പോകും. അന്ന് ഈ ഇതിൻ്റെ കിഴക്ക് പോയി കൊണ്ടുവന്ന തടിയൊക്കെയാണത്. മലയിലൊക്കെ പോയി ചെത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന തടികളൊക്കെയാണ് അത്. അതുകൊണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ആശാരിമാരൊക്കെ വള്ളം പോലെ ഇണക്കിയെടുക്കും. എന്നിട്ട് പടിയെല്ലാം പൊളിച്ച്. ഇപ്പം ഇല്ല. ഇപ്പം എല്ലാം ഇപ്പം ഫ്ലൈവറും ഗ്ലാസും ഇതാണ്. അന്നത്തെ ആൾക്കാർക്ക് അതല്ലേ ഉള്ളൂ. അതല്ലേ ഇപ്പം പുതിയ സംവിധാനം വന്നപ്പോഴേ ഇതൊക്കെ ലൈലൻഡൊക്കെ വന്നപ്പോഴാണ് ഇപ്പം ഇതൊക്കെ വന്ന് ബോട്ടൊക്കെ വെക്കാൻ തുടങ്ങി. ബോട്ട് വന്ന ശേഷമാണ് ഇപ്പം ഇതൊക്കെ ആയത്. അല്ല, ഇത് വലിയ വള്ളങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ഈ ഈ തിരയുടെ നീളത്തിന് കൂടുതൽ നീളമൊക്കെ ഉള്ള വള്ളങ്ങളാണ്. അന്നത് ചെറിയ വള്ളങ്ങളാണ്. ഇത് തുഴഞ്ഞിട്ട് പോകണം. മറ്റേ യന്ത്രത്തിൽ പോയല്ലേ ഇത് തുഴഞ്ഞിട്ട് ഞങ്ങളൊരു 12 പേര് 15 പേരൊക്കെ ഇരുന്ന് തുഴഞ്ഞിട്ട് പോകുന്ന സാധനമാണ് അന്ന്. ഇന്നങ്ങനെയല്ല, 50 പേരല്ല 100 പേരിരുന്നാലും യന്ത്രം സ്പീഡ് ഇഞ്ചിനൊക്കെ, ചൈനയുടെ ഏറ്റവും കൂടിയ സ്പീഡ് ഇഞ്ചിനൊക്കെ വെച്ച് പോകുന്നു. ഭയങ്കര ചിലവാണ് ഇന്നിപ്പം. ഒരു വെള്ളം ഇപ്പം പണിക്ക് പോകണം 50,000 ചിലവാണ്. ഇതിൻ്റെ ഇന്ധനങ്ങളെല്ലാം കൂടെ, ഞങ്ങളുടെ ഭക്ഷണം ഇതെല്ലാം കൂടെ ആകും. അപ്പം അന്ന് ചിലവൊന്നുമില്ല. രാവിലെ എന്തെങ്കിലും വെളുപ്പിനെ എന്തെങ്കിലും കാപ്പിയും കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകിട്ടായിരിക്കും വരുന്ന. അതുവരെ വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മീൻ കിട്ടിയാലേ കാര്യം വരത്തുള്ളൂ. രാത്രിയിലൊക്കെ പോകും. രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ പോയി പണിക്ക് പോകും. അപ്പം നല്ല വെട്ടം കാണാം വെള്ളത്തിൽ, മീനിൻ്റെ വെട്ടമൊക്കെ കാണാം. ഉണ്ട്. രാത്രി വെച്ചാൽ നമ്മൾ വെള്ളത്തിലെ ഇതുണ്ട്
നമ്മുടെ ഈ ഉപ്പുവെള്ളത്തിലെ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ഇതിലെ കടലിൽ ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളത്തിന് വെച്ചാൽ മീൻ ചെന്ന് കാണുമ്പോൾ ഓണിങ്ങനെ ഒരു വേറെ കാണാൻ പറ്റും, ഓടുന്ന കാണാം. അതിന് കവരെന്ന് പറയും. മീനെ കാണുമ്പോൾ കവരെന്ന് പറയും. അത് കാണാൻ പറ്റും. ഇന്നും കവര് കാണാം. മീൻ കൂട്ടത്തോടെ ഇങ്ങനെ കൊലപ്പെട്ട് വരുമ്പോൾ കവര് പോലെ നിൽക്കും. അപ്പൊ അത് ഞങ്ങൾ മീനിനോട് ഇങ്ങനെ വളച്ച് പോരാ. പണ്ടത്തെ പോലെ പല വിശല്ല ഒരുപോലെ തന്നെ വളച്ചു പോരും. നിങ്ങളിപ്പോ ഇവിടെ ഇത് മീനാണെന്ന് വെച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ രണ്ടാളിനെ ഇറക്കിയിട്ട് ഇങ്ങനെ മീനെ കണക്കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വളച്ച് കോരിക്കൊണ്ട് വരും. അപ്പൊ ഈ മീൻ നടുക്ക് നിൽക്കും, നടുക്ക് നിർത്തി കോരണം. അതിപ്പോ അത് അവിടെ നിൽക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തം പോലെ ഇരിക്കും കോരിക്കുന്നത്. ആഴക്കടലിൽ ഇതുപോലെ തന്നെ അതുണ്ടാവും. ചോപ്പാറല്ലേ വെള്ളത്തിന്റെ ചില സമയത്തിലൊക്കെ നല്ല തെളി വെള്ളമായിരിക്കും. ഈ നാളിലൊക്കെ ഇപ്പം വെള്ളം നല്ല വ്യക്തമായിരിക്കും. താഴെ വരെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം, നമ്മുടെ സാധാരണ തെളിഞ്ഞ വെള്ളമില്ല അതുപോലുള്ള വെള്ളം. അതുകൊണ്ടൊക്കെ വൃശ്ചികമാസം കഴിഞ്ഞ് വരുന്ന വെള്ളത്തിൽ വരുമ്പോൾ മീൻ വെള്ളം തെളിക്കും, മീൻ തറയെ മാറും. അതുവരെ മീൻ മുകളിൽ നിൽക്കുന്ന സമയം. മഴ ഉണ്ടാകുന്ന ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ മീൻ മുകളിൽ തന്നെ നടക്കും. അത് പിന്നെ കാറ്റടിച്ച് ഹോളൊക്കെ ഉണ്ടായി കലങ്ങുമ്പോഴാണ് വെള്ളത്തിന് വെള്ളം ഉണ്ടാകും. ചുമന്ന കളർ ഉണ്ട്. അത് പുറംകടലിൽ ചെല്ലുമ്പോഴും 40-50 മാറിലൊക്കെ ചെല്ലുമ്പോൾ 40-50 കിലോമീറ്ററിൽ ചെല്ലുമ്പോൾ വേറെ നീല നിറം തന്നെ വെള്ളത്തിൽ മാറുന്ന വെച്ചാൽ നമ്മളിങ്ങനെ പാകം അത് തന്നെ. നിങ്ങൾക്ക് അറിയാലോ പാകം, അതാരും പറയും. അപ്പൊ അവിടുത്തെ വ്യത്യാസം ഉണ്ടാകും. അത് പല മീനിനും പല പേരൊക്കെ പേരൊക്കെ പറയുന്നില്ല. അതിലേക്ക് നമ്മൾ എല്ലായിടത്തും അതില തന്നെയാണ് പറയുന്നത്. മത്തിക്ക് നമ്മളിവിടെ ഈ വഴി കഴിഞ്ഞാൽ പിന്നെ കൊച്ചു വള്ളിച്ച ചാള എന്ന് പറയും. ശരിയല്ലേ? ചാള. പിന്നെ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കൊഴുവായ്ക്ക് കൊഴുവ എന്ന് പറയും. തെക്കുടി നെത്തോലി എന്ന് പറയും. അല്ല, ഞങ്ങൾ അവിടെ പോയി മീൻ പിടിച്ചിട്ടുണ്ട്. മലപ്പുറത്തൊക്കെ പോയി മീൻ പിടിച്ചു. കോഴിക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാൻ. ഇവിടെ ഇപ്പൊ ഈ നാളിലൊക്കെ മീൻ കുറവായിരിക്കും. അപ്പൊ അവിടെ പോകും. അവിടെ വെള്ളത്തിന് തണുപ്പായിരിക്കും. അവിടെ ഈ ആർബർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ആർബറുള്ള നല്ലതാണ്. ഇല്ല മീനൊന്നും കുറയത്തില്ല. ആർബർ വരുന്നത് നമുക്ക് വള്ളക്കാർക്ക് സുഖമാണ്. നമുക്ക് കൊണ്ടുവന്ന് വള്ളം സുരക്ഷിതമായിട്ടൊക്കെ ഇടാം, കിടന്നോളൂ. ഇപ്പൊ നമുക്ക് പറയാനുള്ള ആർബറുള്ള കായംകുളത്തേ ഉള്ളൂ. അവിടെ പിന്നെ നീണ്ടകര പമ്പനെല്ലാം അങ്ങോട്ടൊക്കെ ഹാർബറുണ്ട്. ഇവിടെ ഇപ്പൊ ഹാർബറേ ഇല്ല. പിന്നെ ഇപ്പൊ 2 മണ്ണം അവിടെ വരുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും ചെത്തിയിലൊക്കെ ഹാർബർ കണക്ക് വരുന്നതേ ഉള്ളൂ. അതുണ്ടായിരുന്നു. ആ പ്രസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പുഴുങ്ങിയൊക്കെ എടുക്കുമായിരുന്നു മീൻ. അത് വെള്ളത്തിൽ കൊണ്ടുണ്ടല്ലേ. ഇപ്പം കൊണ്ടുവന്ന് വലിയ ചെമ്പുകളൊക്കെ വലിയ ചെമ്പ് അതിനകത്ത് കൊണ്ടുവന്ന് മീൻ മത്തി നന്നായിട്ട് കഴുകി അതിനകത്തിട്ട് തീ കത്തിച്ചു കൊടുക്കും. കത്തിച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പാട പോലെ മേലെ അങ്ങനെ വെട്ടി എടുക്കും. ഏറ്റവും ഫസ്റ്റ് നെയ്യാണ്, മത്തി നെയ്യെന്ന് പറയും. അത് ഞങ്ങൾ വള്ളത്തിനൊക്കെ അന്നത്തെ ഈ വള്ളമില്ല, ആ വള്ളത്തിനൊക്കെ തൂക്കാനൊക്കെ എടുക്കും. വള്ളത്തിന് മെഴുപ്പലുണ്ടാകാൻ വെള്ളം ലാസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കണം. അതിൻ്റെ കൂടെ കരിയും കൂടെ കൂട്ടി ഇപ്പൊക്കെ നല്ല കരി നിർത്തിയിരിക്കും വെള്ളം. മെഴുപ്പലുണ്ടാകാനൊക്കെ ആകാൻ നോക്കണം. പിന്നെ മരുന്നിനൊക്കെ പോകുമായിരുന്നു. പിന്നെ അത് പിന്നെ പ്രസ് ചെയ്തു. അത് അവിടെ പ്രസ്സിങ് ആയി. കയറ്റുമതിയാണ് നമ്മളല്ലല്ലോ, അത് വേറെ ബിസിനസ്സുകാരില്ല, അവരല്ലേ. ഇപ്പൊ ഒന്നും ഇല്ല. ഇപ്പൊ പ്രസ്സല്ല, ഇപ്പൊ പൊടിച്ചു മാറിയാണ് മീനൊക്കെ. അതിപ്പോ ഈ കോഴിത്തീറ്റയും അതും ഇതൊക്കെ ആയിട്ടൊക്കെ പൊടിക്കാനെടുക്കാനൊക്കെ. ഈ ചെറിയ മത്തേക്കല്ലേ കൂടുതലും പൊടിക്കാനാ പോകണം. വില കുറവാണ് അതിന്. 1 കിലോന് 20 രൂപ പോലും ഇല്ല. കൂടുതലുള്ളതുകൊണ്ട് വില കുറവ്. അതല്ലേ ചെറിയ മത്തിയല്ലേ, ചെറുത് പിടിക്കുമ്പോൾ ഇല്ലല്ലോ. അതല്ലേ അത് കണ്ടൊരു ഈ നാളിൽ കുറച്ചൊരു ചിങ്ങം കന്നി മാസം കഴിയുമ്പോൾ മീൻ പൊടിച്ചു കഴിഞ്ഞാൽ ആ മീൻ വലുതാകത്തില്ല, മത്തി വലുതാകുന്നില്ല. ആ മീൻ ഇങ്ങനെ തന്നെ കിടന്നു വരും. ഈ ചെറുത് തന്നെ ഇത്രയും കാണും. അത് അപ്പോഴാണ് മീൻ പൊടിക്കുന്നത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലൊക്കെ മീൻ പൊടിക്കുന്ന സമയമാണ്. റോളിംഗ് നിരോധനം. അപ്പം റോളിംഗ് നിരോധനം വന്ന് എന്താ അറിയാമോ? മീൻ ഈ അനക്കെട്ടാതെ മീൻ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന്. പക്ഷെ ആ 3 മാസം പോരെന്നുള്ള ഞങ്ങളുടെ കണക്കൂട്ടൊക്കെ. ഈ റോളിംഗ് നിരോധനം എന്ന് ഒരു 5 വർഷമെങ്കിലും റോളിംഗ് നിരോധനം നിർത്തി വെച്ച് കഴിഞ്ഞാൽ 5 വർഷം ഇപ്പം മടലിൽ പണ്ട് കാലങ്ങളുണ്ടായിരുന്ന പോലുള്ള മീനുണ്ടാവും. ഇതിപ്പോൾ ആയിരക്കണക്കിന് ഫിഷിംഗ് ബോട്ടുകളാണ് പടിഞ്ഞാറിൽ നിന്ന് വലിക്കുന്നത്. അടുത്തിട്ട് മൊത്തം അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പൊടിക്കുന്ന മീൻ എല്ലാ സ്ഥലത്തും പൊടിക്കുന്നുണ്ട്, എല്ലാ സൈസ് മീനും പൊടിക്കുന്നതാണ്. അപ്പോൾ അതവർ വലയിൽ കയറി കഴിഞ്ഞാൽ വാക്കുകളെല്ലാം കോരി തട്ടിക്കളയും. ഇപ്പം തട്ടത്തില്ല. ഇപ്പം അവർ പൊടിക്കുക ഈ വളത്തിനെന്ന് പറയുന്നത് കര കൊടുക്കും. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മീനാണ് അവർ നശിപ്പിച്ച് കളയുന്നത് ഈ ഫിഷിംഗ് വലയിൽ കയറി കഴിഞ്ഞാൽ.
അതാരും പറയത്തില്ല അവര്. ഞാൻ കറിയാൻ ഞാനും പറയത്തില്ല, നമുക്കൊന്നും വേണ്ട, കിട്ടുന്നതിനും കിട്ടണം. അല്ല വലിയ മീൻ എടുത്ത് വെച്ച് ചെറിയ മീൻ കളയും. പാടില്ല. അപ്പൊ അത് കാണാൻ അവരിതൊക്കെ പറഞ്ഞ കളി അല്ലെങ്കിൽ വളത്തിന്റെ കൂടെ തട്ടിക്കളയും. വലയിൽ കയറുമ്പോ തന്നെ ആ മീൻ പൊടിച്ചില്ല, ചത്തു പോടഞ്ഞ കണ്ണികളുണ്ട്. ഏറ്റവും അടിക്ക് നിൽക്കുന്ന കണ്ണി തീരെ പൊടിക്കണ്ണിയാണ്. അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മീൻ പുറത്ത് പോകും. അത് വലിയ 50 100 മുതൽ അങ്ങോട്ട് ഉള്ള കണ്ണികളാണ് മോളി ഏറ്റവും മേളിൽ വെക്കുന്നത്. അതിങ്ങനെ പുറകോട്ട് ഇങ്ങനെ കിടക്കണം ഇങ്ങനെ വല. അതിങ്ങനെ ബോട്ട ഇങ്ങനെ ഇട്ട് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വല ഇങ്ങനെ അപ്പുറത്തെ കെട്ടിടത്തിന്റെ പറ്റിയിരിക്കുമ്പോൾ വല നീളം വരും. താഴെ മേളിൽ മുറ്റി നിൽക്കത്തൊക്കെ വലയിരിക്കും. അതിങ്ങനെ ബോട്ടിൽ വലിച്ചിട്ട് പോവുകയില്ല. അപ്പൊ താഴെ കൂടെ മീൻ കയറി പോകും അതിനകത്ത്. മീനുള്ള സമയത്തൊക്കെ ഇഷ്ടംപോലെ മീൻ അതിനകത്ത് ഉണ്ടാകും. ആ പൊടിക്കണ്ണി അതാ മുട്ടയൊക്കെ വരും. അതൊക്കെ അവര് പറയത്തില്ല. ഇപ്പൊ കയറുന്ന ആൾക്കാർ തന്നെയാണെങ്കിൽ ഇപ്പൊ ഈ ആയിരക്കണക്കിന് ബോട്ടുകാരെല്ലാം കൂടെ കേൾക്കുന്നുണ്ട്. അവര് ആരെങ്കിലും ബോട്ടെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയില്ല. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തലാക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ ആ തൊഴിൽ നഷ്ടപ്പെട്ടില്ലേ. അതാണ് കൂടുതലും കാരണം. അതാണ് ഇപ്പൊ മീനിന് കൂടുതൽ ഉത്പാദനം കുറക്കുന്നവരാണ് ഫിഷിംഗ് ബോട്ടുകാർ. മീൻ കൂടുതൽ അവർക്ക് കിട്ടുന്നുണ്ട്, ശരി, സമ്മതിച്ചു. പക്ഷെ ഉത്പാദനം കുറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന സ്രാവുകളൊന്നും ഇപ്പം ഇല്ല, കടലിലില്ല. അതിന് ഞാൻ ആഴക്കടലിൽ പോകുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ കമ്പാവളിയുടെയൊക്കെ അയിലയും മൊത്തയ്ക്ക് ഇഷ്ടം പോലെ കിട്ടിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഈ ബോട്ടൊക്കെ ഉണ്ടാകുന്നു വരുന്നു. അപ്പം അതെല്ലാം നിന്ന് പോയി, തൊഴിലുകൾ നശിച്ച്. ബോട്ടൊക്കെ വന്നിട്ട് 40 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ ഇങ്ങോട്ട് പണി മോശമായി വരികയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി പണി മോശമാണ്. അവര് പറയുന്ന രാജാവ് ഞങ്ങളിവിടെ കടലാന എന്ന് പറയൽ തിമിംഗലം എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. അത് കടലിൽ വെച്ച് ആരെ ഉപദ്രവിക്കത്തൊന്നുമില്ല. ഞങ്ങളിതൊരു ആരെ ഉപദ്രവിച്ചിട്ടില്ല. പറ്റത്തിന് ഞങ്ങൾ മീനിന്റെ പറ്റത്തിന് ആള് പറ്റിയിട്ടുണ്ട്. അങ്ങനെ കണ്ടു കോരിക്കൊണ്ട് പോയിട്ടുണ്ട്, മഴ വളച്ചിട്ട് പോയിട്ടുണ്ട്. ഇല്ല മീൻ വിഴുങ്ങത്തൊന്നുമില്ല ഇതുവരെ. ഞങ്ങൾക്കത് പോയില്ല. ഞാനിപ്പോ 60 വർഷമായിട്ട് പണിക്ക് പോകുന്നു. ഇതുവരെ മീൻ ഉപദ്രവിച്ചായിട്ട് ഒരു മീൻ കടലിൽ വെച്ച് ഉപദ്രവിക്കത്തില്ല. പിന്നെ നമ്മൾ പിടിക്കുന്നതൊക്കെ സൂക്ഷിച്ചൊക്കെ പിടിക്കണം. വലിയ മീനൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിക്കണം, അല്ല കടിക്കും. അപ്പോൾ അതിങ്ങനെ വലിഞ്ഞു നിൽക്കത്തുള്ളൂ വെള്ളത്തിൽ. ബോട്ടിൽ ഫിഷിംഗ് ബോട്ടിലൊക്കെ വല ഇട്ട് കഴിയുമ്പോഴേ ഇന്നത്തെ കൊടുത്തു കഴിയുമ്പോൾ വല ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയുള്ള മീൻ ഇങ്ങനെ ഈ വല ഇങ്ങനെ അടിങ്ങി നിൽക്കും. അപ്പം പോവുകയില്ല. വല ഇങ്ങനെയല്ല നിൽക്കണം വിചാരിച്ചു. അപ്പം വല ഇങ്ങനെ വലിയുമ്പോൾ ഇങ്ങനെ ഉണ്ട്. കൂടുതൽ ഈ യന്ത്രവൽകൃത വന്ന പോലാണ് മീനില്ലാത്ത. അന്ന് ഞങ്ങൾ തുഴഞ്ഞിട്ട് പോയ സമയത്ത് ഞങ്ങൾ കുഴയുന്നില്ല മീൻ. ഞങ്ങൾ മീൻ പിടിക്കാതെ തന്നെ കാര്യം തളർന്ന് കര പോകുന്നുണ്ട് മീൻ കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പം അങ്ങനെയല്ല. മീൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മീനില്ല. പിന്നെ ഞങ്ങൾ കാത്തു കെട്ടി കിടക്കുക. രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു വെള്ളം മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ സാന്ധ്യകാലം മീൻ കിട്ടണം. അതുവരെ കടലിൽ കിടക്കും ചുമ്മാ കിടക്കും. ആ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭക്ഷണം കിടക്കാം. ചൂടൊക്കെ ചൂട് എന്നാലും ഇതൊക്കെ ഉണ്ട് വെള്ളത്തിനൊക്കെ. ഈ നെറ്റൊക്കെ കെട്ടിയിട്ടിരുന്നാണ് കുഴപ്പമില്ല. എന്നാലും ചൂടടിക്കും. ഈ കാറ്റ് വെള്ളത്തിലൊരു പ്രത്യേകത ഉണ്ട്. കാറ്റടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ തണുപ്പായി ചൂട് കൂടുതൽ അടിക്കുക വെള്ളത്തിൽ. അല്ല, നമ്മളിങ്ങോട്ട് കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാലേ കാറ്റെപ്പോഴും അടിച്ചടിച്ചിരിക്കുക. അപ്പോൾ അതന്നെ ചൂട് കൂടുതൽ അടിക്കില്ല, തണുത്ത കാറ്റടിക്കുക. നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് അവിടെ കടപ്പുറത്ത് ചെന്നിരുന്ന നല്ല കാറ്റടിക്കുക. കടലിൽ നിന്ന് അടിക്കുന്ന കാറ്റ് നല്ല സുഖമായ കാറ്റായിരിക്കും. വെള്ളത്തിൽ നിന്ന് തണുത്ത കാറ്റായിരിക്കും നമുക്ക് കരക്കുവൽ. അതിന് ഈ മണ്ണെണ്ണ ഇതൊക്കെ ചെല്ലുന്നതായിരിക്കാം മീനിന് രുചിക്കുറവ്. പ്ലാസ്റ്റിക് ഇഷ്ടം പോലെയാണ് കടലിൽ കിടക്കുന്നത്. അതൊക്കെ ഒഴുകി ഒഴുക്കുകളിലെല്ലാം കൂടെ ചെല്ലുന്നതെല്ലാം കൂടെ കടലിൽ കിടക്കും. നമ്മളൊരു ഒരു പന്നിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വയറ്റിൽ നിറച്ച് പ്ലാസ്റ്റിക് കടൽ പന്നി. തിമിംഗലത്തിന്റെ വായിൽ ഇതുപോലെ